യെസ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോണതിന് മുമ്പ് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം മനസ്സിലാക്കാം. കുറച്ച് കൺഫ്യൂസിങ് ആയൊരു കാര്യമായിരിക്കും ഇത് കുറേ പേർക്ക്. നമുക്ക് നോക്കാം. എമൗണ്ട്, അതേപോലെ മെഷർമെൻറ്റ്, പിന്നെന്താണ് ടൈം അല്ലേ? നമ്മൾ പറഞ്ഞു, അതായത് ഒരു ഫിക്സ്ഡ് എമൗണ്ടോ അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് മെഷർമെൻറ്റോ അല്ലെങ്കിൽ ഫിക്സ്ഡ് ടൈമോ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ സിംഗുലർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യണതെന്ന് നമ്മൾ 2-3 എക്സാം ഒരു എന്താണ് ഇതിനു മുമ്പ് തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത ഒരു 1-2 ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു പോയി. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം, നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എ പീരീഡ് ഓഫ് 6 hours അല്ലേ, എ പീരീഡ് ഓഫ് 6 hours ഹാസ് എലാപ്സ്ഡ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു എ പീരീഡ് ഓഫ് 6 hours, എ പീരീഡ് ഓഫ് 6 hours എന്ന് പറയുന്നത് നമ്മൾ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, സിംഗുലർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മറിച്ച് വെറുതെ നിങ്ങൾക്ക് 6 hours എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യണതെന്ന് പറഞ്ഞു. നമ്മളതിന് പറഞ്ഞ കാരണം എ പീരീഡ് ഓഫ് 6 hours എന്ന് വരുമ്പോൾ അല്ലേ, എ പീരീഡ് ഓഫ് 6 hours എന്ന് വരുമ്പം എന്താ പറയുക, എ പീരീഡ് ഓഫ് 6 hours എന്ന് വരുമ്പം നമ്മൾ ആ ഒരു ടൈം പീരീഡിന് നമ്മളൊരു കാര്യം അവിടെ 6 മണിക്കൂർ ഉണ്ടെങ്കിലും നമ്മൾ ആ ഒരു സമയത്തിന് നമ്മൾ എന്താ പറയുക ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട്, ആ ഒരു ഹോൾ ടൈമിന് നമ്മളൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യണത്. അതുകൊണ്ടാണ് ഈ പീരീഡ് ഓഫ് 6 hours എന്നുള്ളതിന് നമ്മൾ സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യണം. മറിച്ച് ഇവിടെ വെറുതെ 6 hours എന്ന് തന്നിട്ടുള്ളതിന് നമ്മൾ പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യാനുള്ള കാരണം നമ്മൾ അതിലുള്ള ഓരോ ആറിനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണ്. ഇൻഡിവിജ്വലി ഓരോ ആറിനെയും നമ്മൾ സെപ്പറേറ്റ് ആയി കൺസിഡർ ചെയ്യുമ്പം അവിടെ എന്തായി, മോർ ദാൻ 1 in number ആയി. സോ അതുകൊണ്ട് ഈ ടൈം പ്ലൂറലായി. അപ്പോൾ കുറേ പേരെങ്കിലും മനസ്സിൽ വിചാരിക്കും യെസ് ഇതിപ്പോൾ 6 hours എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് ടൈം അല്ലേ, 6 hours എന്ന് പറയുന്നത് ഫിക്സ്ഡ് ടൈം അല്ലേ. അപ്പോൾ ഫിക്സ്ഡ് ടൈമോ അല്ലെങ്കിൽ ഫിക്സ്ഡ് മെഷർമെൻറ്റോ അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നല്ലേ പറഞ്ഞു. പക്ഷേ ഇവിടെ എന്താണ് പ്ലൂറലായെന്ന് കുറേ പേര് ആ ഒരു കാര്യം നമ്മൾ പറഞ്ഞു പോയപ്പം ആലോചിച്ചിട്ടുണ്ടാവും. യെസ്, നോക്കിക്കോളൂ. നിങ്ങൾക്ക് ചില സമയത്ത് ക്വസ്റ്റ്യനിൽ എ പീരീഡ് ഓഫ് അല്ലെങ്കിൽ എ ഡിസ്റ്റൻസ് ഓഫ് അല്ലെങ്കിൽ എ വോള്യൂം ഓഫ് അല്ലേ, അങ്ങനെയൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് അവർ തന്നു എന്ന് വരില്ല. എ വോള്യൂം ഓഫ് അല്ലെങ്കിൽ എ പീരീഡ് ഓഫ് എന്നൊന്നും അവർ ചിലപ്പം നിങ്ങൾക്ക് തന്നു എന്ന് വരില്ല. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ 6 hours അല്ലെങ്കിൽ 18 months ഇങ്ങനെയൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം $2 ഇങ്ങനെയൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ അവർ എന്താ പറയുക, അല്ലെങ്കിൽ യെസ് $2 or 2 coins വാട്ട് എവർ ഇറ്റ് മേ ബി, അങ്ങനെയൊക്കെ ആയിരിക്കാം നിങ്ങളുടെ എന്താ പറയുക ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ ക്വസ്റ്റ്യൻ തരുന്നത്. ചില സമയത്ത് നമ്മൾ ഈ 6 hours അല്ലെങ്കിൽ $2 അല്ലെങ്കിൽ 18 months നമ്മൾ സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യും. ചില സമയത്ത് ഈ സെയിം നമ്പറാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിലും നിങ്ങൾ അതിനെ പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യും. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു ഒരു ഫിക്സ്ഡ് ആയ ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ ഒരു മെഷർമെൻറ്റിനെ നമ്മൾ ആസ് എ ഹോൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമ്മൾ 50 meters ഈസ് നോട്ട് എ ഗ്രേറ്റ് ഹൈറ്റ് അല്ലെങ്കിൽ ഈസ് നോട്ട് എ വെരി ബിഗ് ഹൈറ്റ്, അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അവിടെ നമ്മൾ ആ 50 kilometers എന്ന് പറയുന്നത് 50 kilometers എന്ന് പറയുന്നത് നമ്മൾ ഒരു ഹോൾ യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. 50 kilometer എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസിന് അല്ലെങ്കിൽ ആ ഒരു ലെങ്ത്തിനെ നമ്മളൊരു ഹോൾ യൂണിറ്റ് ആയിട്ടാണ്, ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അതുകൊണ്ടാണ് ആ ഫിക്സ്ഡ് ഡിസ്റ്റൻസ് എന്തായത്, സിംഗുലർ ആയത്. അപ്പോൾ ചില സമയത്ത് ഇപ്പോൾ നമ്മൾ പറയാണ്, ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മളൊരു എക്സാമ്പിൾ പറയുമ്പം എങ്ങനെ പറയാം, ടൈം വെച്ച് തന്നെ പറയാം. 10 hours is or are required for completing this project. Okay, it took വേണ്ട 10 hours time is or are required for completing this project. Okay,
നോക്കിക്കോളൂ. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്തും 10 hours ആണ്. നമ്മുടെ സെൻറ്റൻസ് എന്താണ്? ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് 10 മണിക്കൂർ വേണം എന്നുള്ളതാണ് നമ്മുടെ സെൻറ്റൻസ്. ആദ്യത്തെ സെൻറ്റൻസ് നോക്കിക്കോളൂ. 10 hours, അതായത് ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് 10 മണിക്കൂർ വേണം. രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കിക്കോളൂ. 10 മണിക്കൂർ സമയം വേണം നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. രണ്ടാമത്തെ സെൻറ്റൻസ് എന്താണ്? 10 hours ടൈം. അപ്പോൾ 10 മണിക്കൂർ സമയം വേണം നമുക്ക് എന്ത് കംപ്ലീറ്റ് ചെയ്യാൻ? ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. ആദ്യത്തെ ഈ ഒരു സെൻറ്റൻസിൽ നമുക്ക് 10 മണിക്കൂറാണ് ആവശ്യം. ഈ 10 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിവിജ്വലി ഓരോരോ മണിക്കൂറായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതിലുള്ള ഓരോരോ മണിക്കൂറിനെയുമാണ് ഫസ്റ്റ് സെൻറ്റൻസിൽ നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കിക്കോളൂ. 10 മണിക്കൂർ സമയം എന്ന് പറയുമ്പോൾ എന്താണ്? ആ 10 hours നമ്മൾ ഓൾ ടുഗദർ അല്ലെങ്കിൽ ആ ഹോൾ ടൈമിന് നമ്മളൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 10 hours ടൈം നമ്മൾ എ പീരീഡ് ഓഫ് 10 months അല്ലെങ്കിൽ എ പീരീഡ് ഓഫ് 6 months എന്ന് പറയുന്ന പോലെ 10 hours ടൈം ഈസ് റിക്വയർഡ് ഫോർ കംപ്ലീറ്റിംഗ് ദിസ് പ്രോജക്റ്റ്. മനസ്സിലായോ? കുറച്ചും കൂടെ നമ്മൾ സിമ്പിളായി നമ്മൾ പറഞ്ഞാൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹൗ മച്ച് അല്ലെങ്കിൽ ഹൗ ലോങ് ഓർ എന്താ പറയാം ഹൗ ബിഗ് ഓർ എന്താ പറയുക ഹൗ സ്മോൾ, വാട്ട് എവർ ഇറ്റ് മേ ബി. യെസ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു എന്താ പറയുക ഈ ഒരു സെൻറ്റൻസ് ആൻസർ ആയിട്ട് കിട്ടണതെങ്കിൽ അതെന്താണ്? സിംഗുലറാണ്. ഹൗ മച്ച്, ഹൗ ലോങ് അല്ലെങ്കിൽ ഹൗ ബിഗ്, ഹൗ സ്മോൾ, ഈ ഒരു എക്സ്റ്റെൻഡ് അല്ലെങ്കിൽ ആ ഒരു പീരീഡ് അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ഡ്യൂറേഷൻ, വാട്ട് എവർ ഇറ്റ് മേ ബി, അല്ലെങ്കിൽ ആ ഒരു ലെങ്ത് എന്ത് തന്നെ ആയാലും നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഹൗ മച്ച്, ഹൗ ലോങ്, ഹൗ ബിഗ്, ഹൗ സ്മോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴാണ് നമുക്ക് ഈ സെൻറ്റൻസ് ആൻസർ ആയിട്ട് കിട്ടണതെങ്കിൽ നമ്മൾ അതിനെ സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി നമുക്ക് ഹൗ മെനി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, ഹൗ മെനി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് നമുക്ക് ഈ സെൻറ്റൻസ് ആൻസർ ആയിട്ട് കിട്ടണതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കതിനെ പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യാം. നോക്കിക്കോളൂ. ഇവിടെ ഹൗ മെനി hours ആർ റിക്വയർഡ് നോക്കിക്കോളൂ. ഹൗ മെനി hours ആർ റിക്വയർഡ് ഫോർ കംപ്ലീറ്റിംഗ് ദിസ് പ്രോജക്റ്റ് അല്ലേ? ഹൗ മെനി hours ആർ റിക്വയർഡ് ഫോർ കംപ്ലീറ്റിംഗ് ദിസ് പ്രോജക്റ്റ്. ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് എത്ര മണിക്കൂറാണ് ആവശ്യം? അപ്പോൾ നമുക്കറിയാം ഹൗ മെനി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. സോ ഇവിടെ ഇസ് അല്ല വരണ്ടേ, ആറാണ് വരണ്ടേ. ഇനി 10 hours time is required for completing this project. ഞാൻ ഇതിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം how many hours is required for completing this project എന്ന് ചോദിക്കുമ്പം എനിക്ക് 10 hours എന്ന് കിട്ടും. പക്ഷേ എനിക്ക് കിട്ടേണ്ട ആൻസർ 10 hours ടൈം എന്നാണ് അല്ലേ? ഇവിടെ ആദ്യത്തെ അല്ലെങ്കിൽ ആദ്യത്തെ സെൻറ്റൻസിൽ എൻ്റെ സബ്ജക്റ്റ് എന്താണ്? 10 hours ആണ് ആദ്യത്തെ സെൻറ്റൻസിലെ എൻ്റെ സബ്ജക്റ്റ്. സോ ഇതിനോട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടേണ്ട ആൻസർ 10 hours എന്നുള്ള സബ്ജക്റ്റാണ്. രണ്ടാമത്തെ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് 10 hours അല്ല, 10 hours ടൈമാണ് എൻ്റെ രണ്ടാമത്തെ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ അതിന് ആൻസർ ആയിട്ട് കിട്ടണമെങ്കിൽ ഞാൻ ഹൗ മെനി എന്ന് ചോദിച്ചാൽ എനിക്ക് കിട്ടില്ല. ഹൗ മെനി hours ആർ റിക്വയർഡ് ഫോർ കംപ്ലീറ്റിംഗ് ദിസ് പ്രോജക്റ്റ് എന്ന് ചോദിക്കുമ്പം എനിക്ക് 10 hours എന്നേ കിട്ടുള്ളൂ. 10 hours ടൈം എന്നുള്ള ആൻസർ കിട്ടില്ല. 10 hours ടൈം എന്നുള്ള ആൻസർ കിട്ടണമെങ്കിൽ ഹൗ മച്ച് ടൈം ഈസ് റിക്വയർഡ് ഫോർ കംപ്ലീറ്റിംഗ് ദിസ് പ്രോജക്റ്റ് അല്ലേ? ഹൗ മച്ച് ടൈം ഈസ് റിക്വയർഡ് ഫോർ കംപ്ലീറ്റിംഗ് ദിസ് പ്രോജക്റ്റ് എന്ന് ചോദിക്കുമ്പോഴാണ് എനിക്ക് 10 hours ടൈം അല്ലെങ്കിൽ ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ടു കംപ്ലീറ്റ് ദിസ് പ്രോജക്റ്റ് എന്ന് ചോദിക്കുമ്പോഴാണ് എനിക്ക് 10 hours ടൈം എന്നുള്ള ആൻസർ കിട്ടണേ. സോ അതുകൊണ്ട് അതെന്താണ്? അത് സിംഗുലർ ആണ്. സോ ഇവിടെ ആറല്ല, ഇസാണ് വരിക. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു സെൻറ്റൻസ് നിങ്ങളുടെ കയ്യിലേക്ക് തന്നു കഴിഞ്ഞാൽ എ പീരീഡ് ഓഫ് അല്ലെങ്കിൽ എന്താ പറയുക എ ഡ്യൂറേഷൻ ഓഫ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അത് സിംഗുലറാണ്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ അല്ലാതെ ഇങ്ങനെ നിങ്ങൾക്ക് ഹോൾ നമ്പേഴ്സ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് തന്നെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, ഇത്തരം അതായത് ക്വസ്റ്റ്യൻ വേർഡ്സ് യൂസ് ചെയ്യുക. ഹൗ മച്ച്, ഹൗ ലോങ്, ഹൗ ബിഗ്, ഹൗ സ്മോൾ. അപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് യൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ സബ്ജക്റ്റ് ആൻസർ ആയിട്ട് കിട്ടണതെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റ് സിംഗുലറാണ്. അതല്ല ഹൗ മെനി എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റ് ആൻസർ ആയിട്ട് കിട്ടണതെങ്കിൽ യെസ് നിങ്ങളുടെ സബ്ജക്റ്റ് എന്താണ്? പ്ലൂറലാണ്. നമ്മൾ ഈസി ആയിട്ട് പറയുമ്പം ഈ ഒരു ലോജിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. യെസ്
നമുക്ക് 2-3 എക്സാമ്പിൾസ് നോക്കാം. There is some $2 അല്ലെങ്കിൽ വേണ്ട, എങ്ങനെ കൊടുക്കാം? എക്സാമ്പിൾ പറയുമ്പം 500 square feet is a small space to live in. ഇതൊരു സെൻറ്റൻസ് ആണ്. രണ്ടാമത്തെ സെൻറ്റൻസ് 500 ഇസ് ആണോ ആറാണോ? അതേപോലെ 500 സ്ക്വയർ ഫീറ്റ് ഹാസ് ഓർ ഹാവ് added to increase the to make it more spacious. അങ്ങനെ കൊടുക്കാം. to make the room or to make the space more spacious. ഓക്കെ, നോക്കിക്കോളൂ. ആദ്യത്തെ സെൻറ്റൻസ് എന്താണ്? 500 ഫീറ്റ് എന്ന് പറയുന്നത് താമസിക്കാൻ ഒരു ചെറിയൊരു സ്പേസ് ആണ് അല്ലേ? 500 ഫീറ്റ് എന്ന് പറയുന്നത് താമസിക്കാൻ ചെറിയൊരു സ്പേസ് ആണ്. രണ്ടാമത്തത് എന്താണ്? ഈ ഒരു സ്പേസിനെ കുറച്ചും കൂടെ സ്പേഷ്യസ് ആക്കാൻ വേണ്ടി നമ്മൾ 500 സ്ക്വയർ ഫീറ്റും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യത്തെ സെൻറ്റൻസിൽ നമുക്ക് സെൻറ്റൻസ് വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി 500 സ്ക്വയർ ഫീറ്റിനെ നമ്മളൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 500 സ്ക്വയർ ഫീറ്റിനെ നമ്മൾ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു എന്താ പറയുക, ഈ ഒരു അളവ് എന്ന് പറയണത്. ഇനി ഇവിടെ നോക്കിക്കോളൂ, 500 സ്ക്വയർ ഫീറ്റ് നമ്മൾ നമ്മുടെ ആ ഒരു സ്പേസിനെ കുറച്ചും കൂടെ സ്പേഷ്യസ് ആക്കാൻ വേണ്ടി നമ്മൾ 500 സ്ക്വയർ ഫീറ്റും കൂടെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്തു. ഹൗ മെനി സ്ക്വയർ ഫീറ്റ്സ് ഹാവ് ആഡഡ് ടു മേക്ക് ദ സ്പേസ് മോർ സ്പേഷ്യസ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് 500 എന്നുള്ള ക്വസ്റ്റ്യൻ കിട്ടുന്നത്. സോ ഹാസ് അല്ല, ഹാവ് ആണ്. മനസ്സിലായോ? യെസ്. പിന്നെ ഇവിടെ നമ്മൾ പറയുമ്പം യെസ്, ഹൗ സ്മോൾ അല്ലെങ്കിൽ ഹൗ ബിഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് നമുക്കിവിടെ 500 സ്ക്വയർ ഫീറ്റ് എന്നുള്ള ഈ ഒരു ആൻസർ കിട്ടുന്നത്. സോ അതുകൊണ്ട് ഇതെന്താണ്? സിംഗുലർ. അപ്പം നിങ്ങൾക്കൊരു സെൻറ്റൻസ് ഒരു എക്സാമിനേഷനിൽ തരുമ്പം ആ സെൻറ്റൻസ് ഈ രീതിയിലാണെങ്കിൽ, അതായത് നിങ്ങൾക്കൊരു ഫിക്സ്ഡ് വാല്യൂ ആണ്, അത് മെഷർമെൻ്റ് ആയാലും ടൈം ആയാലും അല്ലെങ്കിൽ എമൗണ്ട് ആയാലും നിങ്ങൾക്ക് അവരൊരു ഫിക്സ്ഡ് വാല്യൂ ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സെൻറ്റൻസ് വായിക്കുക. ഇവിടെ ആസ് എ ഹോൾ സിംഗിൾ യൂണിറ്റ് ആയിട്ടാണോ കൺസിഡർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ യൂണിറ്റ്സ് ആയിട്ടാണോ കൺസിഡർ ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സെൻറ്റൻസ് വായിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ചില കേസസിൽ നിങ്ങൾക്ക് കറക്റ്റായി മനസ്സിലായില്ലെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ വേർഡ്സ് ചോദിച്ചു നോക്കുക. ഹൗ മെനി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റ് ആൻസർ ആയിട്ട് കിട്ടണതെങ്കിൽ യെസ്, അതെന്താണ്? പ്ലൂറലാണ്. ഹൗ മച്ച് അല്ലെങ്കിൽ ഹൗ ലോങ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റ് ആൻസർ ആയിട്ട് കിട്ടണതെങ്കിൽ അതെന്താണ്? സിംഗുലറാണ്. യെസ്, മനസ്സിലായല്ലോ? അപ്പോൾ എമൗണ്ട്, മെഷർമെൻറ്റ്, ടൈം എന്നുള്ള ആ ഒരു കാര്യത്തിൽ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. കുറച്ച് കൺഫ്യൂസിങ് ആണ്, കുറേ പേര് തെറ്റിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. യെസ്. നോക്കിക്കോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 12 months have passed since I came here, but he has not seen me even once. Yes. ഞാനിവിടെ വന്നിട്ട്
12 മാസം കഴിഞ്ഞു പോയി. പക്ഷെ അവൻ ഇതുവരെ എന്നെ കാണാൻ വന്നിട്ടില്ല. നമുക്കറിയാം 12 months ആണ്. ഇത് ഹാവ് പാസ്റ്റ് ആണോ ഹാസ് ആണോ? അവിടെ ഹാവ് ആണോ വരണ്ടേ അതോ അവിടെ ഹാസ് ആണോ വരണ്ടേ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. നോക്കിക്കോളൂ, ഞാനിവിടെ വന്നിട്ട് 12 മാസങ്ങൾ കടന്നുപോയി. നമുക്ക് ഈ സെൻറ്റൻസ് ആദ്യം ഇവിടെ ഇപ്പം ബട്ട് ഇല്ല എന്ന് വിചാരിക്കുക. ഈ ബട്ടിന് ശേഷമുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പാർട്ട് ഇല്ല എന്ന് വിചാരിക്കുക. 12 months have passed since I came here. ഞാനിവിടെ വന്നിട്ട് 12 മാസം കടന്നുപോയി. ഞാനിവിടെ വന്നിട്ട് 12 മാസം കടന്നുപോയി എന്ന് പറയുമ്പോൾ യെസ്, ഞാനിവിടെ വന്ന് അപ്പോൾ നമ്മൾ ആ ഓരോ മാസത്തിനെയും ഈ സിറ്റുവേഷൻസിൽ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഓരോ മാസത്തിനെയുമാണ് കൗണ്ട് ചെയ്യുന്നത്. ഓരോ മാസത്തിനെയാണ് നമ്മളിവിടെ കൗണ്ട് ചെയ്യുന്നത്. ഹൗ മെനി മന്ത്സ് ഹാവ് പാസ്ഡ് സിൻസ് ഐ കെയിം ഹിയർ അല്ലേ? ഞാനിവിടെ വന്നിട്ട് എത്ര മാസങ്ങൾ കടന്നുപോയി എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 12 months എന്നുള്ള ആൻസർ കിട്ടും. ഈ ബട്ട് എന്നുള്ള ഈ ഒരു ബട്ട് എന്നുള്ള ആ ഒരു പാർട്ട് നമ്മുടെ ഈ ഒരു സെൻറ്റൻസിൽ ഇല്ലെങ്കിൽ, പക്ഷെ ഇവിടെ നോക്കിക്കോളൂ, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ ബട്ട് തന്നിട്ടുണ്ട്. ബട്ട് ഹി ഹാസ് നോട്ട് സീൻ മീ ഈവൻ വൺസ്. ഞാനിവിടെ വന്നിട്ട് ഏകദേശം 12 മാസത്തോളം കടന്നുപോയി, പക്ഷേ ഇതുവരെ അവൻ എന്നെ ഒരു പ്രാവശ്യം പോലും വന്ന് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അവൻ എന്നെ ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടില്ല. സോ ഈ ബട്ട് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പം ഇതെന്തായി? ഈ 12 monthsനെ നമ്മൾ ആസ് എ ഹോൾ ടൈം ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഞാനിവിടെ വന്നിട്ട് 12 മാസങ്ങൾ കടന്നുപോയി. നമ്മൾ ഈ ബട്ട് എന്നുള്ള ആ ഒരു പാർട്ട് ഇല്ലാണ്ട് വരുമ്പം എന്താണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്? ഞാനിവിടെ വന്നിട്ട് 12 മാസങ്ങൾ കടന്നുപോയി. 12 months have passed since I came here. ബട്ട് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളത് കൊണ്ട് ഞാനിവിടെ വന്നിട്ട് 12 മാസത്തോളമായി, പക്ഷേ ഇതുവരെ ഒരു പ്രാവശ്യം പോലും അവനെ കണ്ടിട്ടില്ല. അവൻ എന്നെ ഹി ഹാസ് നോട്ട് സീൻ മീ ഈവൻ വൺസ്. ഇതുവരെ അവൻ എന്നെ കണ്ടിട്ടില്ല. അപ്പോൾ 12 മാസത്തോളമായി എന്ന് പറയുമ്പം നമ്മൾ ആ 12 മാസത്തിനെയും നമ്മളൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഇവിടെ 12 months എന്നുള്ളത് എന്താണ്? സിംഗിൾ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണതുകൊണ്ട് 12 months എന്നുള്ളത് ഇവിടെ സിംഗുലർ ആണ്. ബട്ട് എന്നുള്ളത് ഇല്ലെങ്കിൽ നമ്മൾ 12 monthsനെ എങ്ങനെ കൺസിഡർ ചെയ്യും? ഓരോ ഇൻഡിവിജ്വൽ മന്ത്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അവിടെ മൾട്ടിപ്പിൾ യൂണിറ്റ്സ് ഉണ്ടാവും. സോ അതുകൊണ്ട് അത് എന്തായി? പ്ലൂറലായി. സോ ബട്ട് എന്നുള്ള പാർട്ട് ഇല്ലെങ്കിൽ ഹാവ് പാസ്ഡ് എന്നുള്ളതാണ് കറക്റ്റ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ബട്ട് ഉള്ളത് കൊണ്ട് ഹാസ് പാസ്ഡ് ആണ് കറക്റ്റ്. യെസ്, ഹാസ് പാസ്ഡ് ആണ് കറക്റ്റ്. മനസ്സിലായല്ലോ? യെസ്, ഓക്കെ. അപ്പോൾ സെൻറ്റൻസ് വായിക്കുക, സെൻറ്റൻസ് വായിച്ചിട്ട് അതിൻ്റെ മീനിങ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവിടെ ഈ ടൈം ആയാലും മെഷർമെൻ്റ് ആയാലും അല്ലെങ്കിൽ എമൗണ്ട് ആയാലും നിങ്ങൾക്ക് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണോ തന്നിട്ടുള്ളത് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ യൂണിറ്റ്സ് ആയിട്ടാണോ തന്നിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? യെസ്, ഞാനിവിടെ വന്നിട്ട് ഏകദേശം 12 മാസത്തോളമായി, ഒരു പ്രാവശ്യം പോലും അവൻ എന്നെ വന്ന് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അവൻ എന്നെ കണ്ടിട്ടില്ല. ആ 12 മാസത്തോളം എന്ന് പറയണത് ഇവിടെ നമ്മൾ സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം ഇങ്ങനൊരു ക്ലോസ് ഉള്ളത് കൊണ്ടാണ്. ബട്ട് ഹി ഹാസ് നോട്ട്, ഇവിടെ നമ്മളൊരു കാര്യം നമ്മൾ എടുത്തു പറയുന്നുണ്ടല്ലേ, ഹി ഹാസ് നോട്ട് സീൻ മീ ഈവൻ വൺസ്. അവൻ എന്നെ ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടില്ല എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ എടുത്തു പറയുന്നതുകൊണ്ടാണ് ആ ഒരു പീരീഡ്, ഈ ഒരു 12 മാസത്തിനിടയ്ക്ക് അവൻ എന്നെ ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലായി? ഈ ഒരു 12 മാസത്തിൻ്റെ ഞാനിവിടെ വന്നതിന് ശേഷമുള്ള ഈ 12 മാസത്തിൻ്റെ ഇടയ്ക്ക് എന്നെ അവൻ ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടില്ല. സോ ആ 12 മാസത്തിനിടയ്ക്ക് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? സിംഗിൾ യൂണിറ്റ് ആണ്. യെസ്, Mr. John with his wife and children have been invited to the function. നോക്കിക്കോളൂ. അപ്പോൾ ഇവിടെ മിസ്റ്റർ ജോൺ വിത്ത് ഹിസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ ഹാവ് ബീൻ ഇൻവൈറ്റഡ് ടു ദി ഫംഗ്ഷൻ. ഭയങ്കര സിമ്പിളാണ്, നമുക്കറിയാം. വിത്ത് എന്ന് വന്നു കഴിഞ്ഞാൽ സബ്ജക്റ്റ് 1 വിത്ത്, അതേപോലെ സബ്ജക്റ്റ് 2 എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം
സബ്ജക്റ്റ് 1 വിത്ത് പിന്നെ സബ്ജക്റ്റ് 2 എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വെർബായാലും പ്രൊനൗൺ ആയാലും അത് സബ്ജക്റ്റ് 1-നനുസരിച്ചിട്ടായിരിക്കും. സോ ഇവിടെ സബ്ജക്റ്റ് 1 മിസ്റ്റർ ജോൺ ആണ്. സോ മിസ്റ്റർ ജോൺ സിംഗുലർ ആണ്. സോ ഹാവ് അല്ല, ഹാസ് ആണ്. മനസ്സിലായോ? സബ്ജക്റ്റ് 1 വിത്ത്, അലോങ് വിത്ത്, അതേപോലെ നോ, ലെസ് ദാൻ, ഇങ്ങനെയുള്ള കുറച്ച് ഫ്രേസസും പിന്നെ സബ്ജക്റ്റ് 2 ആണെങ്കിൽ സബ്ജക്റ്റ് 1-നനുസരിച്ചിട്ടാണ് നമ്മുടെ വെർബും പ്രൊനൗണും വരുന്നത്. സോ അതെന്താണ്? ഹാവ് അല്ല, ഹാസ് ആണ്. ഈ ഒരു റൂൾ അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തതാണ്. കാരണം നമുക്കറിയാം ഈ ഒരു റൂളിൽ ഒരുപാട് മോർ ദാൻ 1 ഫ്രേസ് ഉണ്ട് അല്ലേ? യെസ്. അപ്പോൾ ആ ഓരോ ഫ്രേസും വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഇതിനോടകം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. Lenin was one of the greatest revolutionarist that has എന്ന് കൊടുക്കാം. that has ever been. ഓക്കെ, നോക്കിക്കോളൂ. ലെനിൻ എന്ന് പറയുന്ന ആള് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റെവല്യൂഷണറിസ്റ്റ് ആണ്. ദാറ്റ് ഹാസ് എവർ ബീൻ. യെസ്. അപ്പൊ ഇവിടെ നമുക്ക് 2 റൂള് നമുക്ക് ഓർക്കാനുണ്ട്. ഒന്ന് നമുക്കറിയാം, വൺ ഓഫ് ദ എന്നുള്ളതിന് ശേഷം നൗണ് വരുമ്പം അതെന്തായിരിക്കും? അത് പ്ലൂറൽ ആയിരിക്കും. ഇവിടെ നമുക്ക് റെവല്യൂഷണറിസ്റ്റ് എന്നാണ് തന്നിട്ടുള്ളത്, അത് സിംഗുലർ ആണ്. സോ നമ്മൾ അതിനെ പ്ലൂറലാക്കി റെവല്യൂഷണറിസ്റ്റ്. പിന്നെ നമുക്കറിയാം ഈ ദാറ്റ് എന്നുള്ളത് എന്താണ്? ദാറ്റ് എന്നുള്ളത് ഒരു റിലേറ്റീവ് പ്രൊനൗൺ ആണ്. ദാറ്റ് എന്നുള്ളത് ഒരു റിലേറ്റീവ് പ്രൊനൗൺ ആണ്. അപ്പോൾ ഈ ഒരു റിലേറ്റീവ് പ്രൊനൗണിന് ശേഷം വരുന്ന കാര്യം ആരെക്കുറിച്ചാണ്? അതിൻ്റെ ആൻറ്റിസിഡൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോണത് ലെനിൻ എന്ന് പറയുന്ന ആളെ കുറിച്ചല്ല. ഇവിടെ നമ്മൾ ഇനി സംസാരിക്കാൻ പോണത് റെവല്യൂഷണറിസ്റ്റിനെ കുറിച്ചാണ്. ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ വിപ്ലവമാണ്. യെസ്. അപ്പോൾ റെവല്യൂഷണറിസ്റ്റ് എന്ന് പറയുമ്പോൾ വിപ്ലവകാരി. യെസ്. അപ്പോൾ അങ്ങനെ എന്താണ് പറയുക, റെവല്യൂഷണറിസ്റ്റിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോണത്. സോ ദാറ്റ് ഹാസ് അല്ല, ദാറ്റ് ഹാവ് എവർ ബീൻ. ഇതുവരെ ഉണ്ടായതിൽ വെച്ചിട്ടുള്ള എല്ലാ റെവല്യൂഷണറിസ്റ്റിലും ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയ ആള് ലെനിനാണ്. അതാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്. സോ അതുകൊണ്ട് റിലേറ്റീവ് പ്രൊനൗൺ വന്നതുകൊണ്ട് നമ്മളിവിടെ ആരെക്കുറിച്ചാണ് സംസാരിക്കണത്? റെവല്യൂഷണറിസ്റ്റ് എന്നുള്ള പ്ലൂറലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ ഹാസ് അല്ല, ഹാവ് ആണ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനിലും നമുക്ക് ചിലപ്പോൾ മോർ ദാൻ 1 റൂള് നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ടാവും. ക്വസ്റ്റ്യൻ വായിക്കുക, മീനിങ് മനസ്സിലാക്കുക, സെൻറ്റൻസിൻ്റെ ആ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ മനസ്സിലാക്കുക, റൂൾസ് ഏതാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ആലോചിച്ച് കണ്ടുപിടിക്കുക. യെസ്. ഹിസ് ഫ്രണ്ട് ആൻഡ് വെൽ വിഷർ are dead though he doesn't know about it. Okay. ഓക്കെ. യെസ്. ഇത് നമ്മൾ പഠിച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു റൂളാണ്. അതായത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ആർട്ടിക്കിൾ സബ്ജക്റ്റ് 1 അല്ലെങ്കിൽ നൗൺ 1, പിന്നെ ആൻഡ് ഉണ്ട്, അതേപോലെ ആർട്ടിക്കിൾ സബ്ജക്റ്റ് 2 ആണെങ്കിൽ ആ 2 നൗണിനെയും നമ്മൾ പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യും. 2 നൗണിനെയും നമ്മൾ സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. സോ അതുകൊണ്ട് നമ്മുടെ സബ്ജക്റ്റ് എന്തായി? പ്ലൂറലായി. അതേസമയം ആർട്ടിക്കിൾ സബ്ജക്റ്റ് 1 അല്ലെങ്കിൽ നൗൺ 1
ആൻഡ് ഇട്ടിട്ട് പിന്നെ ആർട്ടിക്കിൾ ഒന്നുമില്ല, വെറുതെ നൗൺ 1 അല്ലെങ്കിൽ സബ്ജക്റ്റ് 1 സബ്ജക്റ്റ് 2 ആണെങ്കിൽ നമ്മൾ അതിനെ ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. സോ അതുകൊണ്ട് അത് എന്തായി, അത് സിംഗുലറായി. അതേപോലെ നമ്മൾ പഠിച്ച വേറൊരു റൂളാണ് ഒരു പൊസസീവ് പ്രൊനൗൺ. ഒരു പൊസസീവ് പ്രൊനൗണും അതിൻ്റെ കൂടെ സബ്ജക്റ്റ് 1 അല്ലെങ്കിൽ നൗൺ 1 ആൻഡ് ഉണ്ട്, അതിനുശേഷം വേറൊരു പൊസസീവ് പ്രൊനൗണും, അത് സെയിം ആവാം അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആവും. ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഹിസ് ഉണ്ട്, ഈ ഹിസ് ഫ്രണ്ട് ആൻഡ് ഹിസ് വെൽ വിഷർ സെയിം എന്താ പറയുക, സെയിം പൊസസീവ് പ്രൊനൗൺ ആവാം അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആവാം, വാട്ട് എവർ ഇറ്റ് മേ ബി. അങ്ങനെ ആണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ കൺസിഡർ ചെയ്യും, രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഒരു പൊസസീവ് പ്രൊനൗൺ ഉണ്ട്, ഒരു പൊസസീവ് പ്രൊനൗൺ ഉണ്ട്, സബ്ജക്റ്റ് 1 ഉണ്ട്, പിന്നെ ആൻഡ് ആണ്, പിന്നെ വേറൊരു പൊസസീവ് പ്രൊനൗൺ ഇത് സബ്ജക്റ്റ് 2 ആണെങ്കിൽ ഈ സബ്ജക്റ്റിനെ നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യും, നമ്മൾ പ്ലൂറലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഈ സബ്ജക്റ്റിനെ നമ്മൾ പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യും. അതേസമയം ഒരു പൊസസീവ് പ്രൊനൗൺ ഉണ്ട്, പിന്നെ സബ്ജക്റ്റ് 1 ഉണ്ട്, അതിനുശേഷം നമുക്ക് സബ്ജക്റ്റ് 2 ഉണ്ടെങ്കിൽ ഇതിനെ നമ്മൾ സിംഗിൾ എൻറ്റിറ്റി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതെന്താവും, ഇത് സിംഗുലർ ആയിരിക്കും. ഇതെന്തായിരിക്കും, ഇത് സിംഗുലർ ആയിരിക്കും. സോ അതുകൊണ്ട് നോക്കിക്കോളൂ, ഇവിടെ നമുക്കൊരു പൊസസീവ് പ്രൊനൗൺ ഉണ്ട്. ഫ്രണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഫ്രണ്ട് എന്ന് പറയുന്നത് സബ്ജക്റ്റ് 1 ആണ്, ആൻഡ് ഉണ്ട്, ഇത് സബ്ജക്റ്റ് 2 ആണ്. ഒരു പൊസസീവ് പ്രൊനൗണേ ഉള്ളൂ, ഇവിടെ വെൽ വിഷറിന് മുമ്പ് പൊസസീവ് പ്രൊനൗൺ ഇല്ല. അതുകൊണ്ട് ഈ ഒരു സബ്ജക്റ്റ് എന്താണ്, ഈ ഒരു സബ്ജക്റ്റിനെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇൻ കേസ് ഹിസ് ഫ്രണ്ട് ആൻഡ് ഹിസ് വെൽ വിഷർ എന്ന് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, ഹിസ് ഫ്രണ്ട് ആൻഡ് ഹിസ് വെൽ വിഷർ എന്ന് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കറിയാം നമ്മൾ അതിനെ സിംഗുലർ ആയിട്ടല്ല, നമ്മൾ അതിനെ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഈ റൂള് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൻ്റെ റൂൾസ് ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു വീഡിയോയിൽ നമ്മൾ ഈ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആറല്ല ഇസ് ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആയാൽ നമ്മുടെ വെർബ് സിംഗുലർ ആയിരിക്കും. സോ ഹിസ് ഫ്രണ്ട് ആൻഡ് വെൽ വിഷർ ഈസ് ഡെഡ് ദോ ഹി ഡസൻ നോ അബൌട്ട്. അവൻ അതിനെക്കുറിച്ച് അറിയാൻ പാടില്ലെങ്കിലും അവൻ്റെ ഫ്രണ്ടും വെൽ വിഷറും ആയ ഒരാൾ മരിച്ചുപോയി. ഇവിടെ ഹിസ് എന്ന രണ്ട് സ്ഥലത്തും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പൊസസീവ് പ്രൊനൗൺ തന്നിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ യൂണിറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. സോ അതെന്തായി, അത് പ്ലൂറലായി. മനസ്സിലായല്ലോ? യെസ്. Okay. If I was a bird, I would fly from place to place. അല്ലേ? യെസ്. ഈ ഒരു സെൻറ്റൻസ് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു ഇമാജിനറി സെൻറ്റൻസ് ആണ്. ഇമാജിനറി സെൻറ്റൻസ് ആണ്, നമുക്കറിയാം. ഇമാജിനറി സെൻറ്റൻസ് ആണെങ്കിൽ നമ്മൾ പാസ്റ്റ് ടെൻസ്, ഇഫ് ക്ലോസിൽ നമ്മൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യും, പ്ലൂറൽ ഫോം ആണ് യൂസ് ചെയ്യുക. സോ വാസ് അല്ല, വേറാണ്. മനസ്സിലായല്ലോ? ഈ റൂള് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഡൗട്ട്സ് ഉള്ളവർ പോയി ചെക്ക് ചെയ്താൽ മതി. ആയല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. either വേണ്ട, ഒരു കാര്യം ചെയ്യാം, എനി കൊടുക്കാം. any of the two candidates been selected for the post of branch manager in SBI. Okay.
Have any of the two candidates been selected for the post of branch manager? SBIയിലെ ബ്രാഞ്ച് മാനേജർ പോസ്റ്റിൽ അവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരു കാൻഡിഡേറ്റ് സെലക്ട് ആയോ എന്നുള്ളതാണ്. യെസ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, നമുക്കറിയാം 2 കാൻഡിഡേറ്റ്സ് ആണ്. 2 in നമ്പർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണത് ഐദർ നെയ്തർ ആണ് അല്ലേ. രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ എന്ന് പറയാൻ നമ്മൾ ഐദർ യൂസ് ചെയ്യും, രണ്ടുപേരും ഇല്ല എന്ന് പറയാൻ നമ്മൾ നെയ്തർ യൂസ് ചെയ്യും. അതേപോലെ മോർ ദാൻ 2 in നമ്പർ ആണെങ്കിൽ ആ കൗണ്ടില്ല, മോർ ദാൻ 2 in നമ്പറിൽ ഒരാളെന്ന് പറയാൻ നമ്മൾ എനി യൂസ് ചെയ്യും, ആ കൗണ്ടിൽ ആരും ഇല്ല എന്ന് പറയാൻ നമ്മൾ നണ്ണ് യൂസ് ചെയ്യും. ഇവിടെ എന്താണ്, 2 കാൻഡിഡേറ്റ്സ് ആണ്. സോ അതുകൊണ്ട് എനി അല്ല വരണ്ടേ, ഇവിടെ എന്താണ് വരണ്ടേ, ഐദർ ആണ് വരണ്ടേ. 2 കാൻഡിഡേറ്റ്സ് ആണ്. സോ അതുകൊണ്ട് ഇവിടെ എനി അല്ല വരണ്ടേ, ഇവിടെ എന്താണ് വരണ്ടേ, ഐദർ ആണ് വരണ്ടേ. ആദ്യത്തെ കാര്യം ക്ലിയർ ആയി. രണ്ടാമത്തത് ഐദർ ഓഫ് ദ 2 കാൻഡിഡേറ്റ്സ് ബീൻ സെലക്ടഡ്. ഈ സെന്റൻസിന്റെ വെർബ് എന്താണ്, ഹാവ് ആണ്. സെന്റൻസിന്റെ വെർബ് ഹാവ് ആണ്, സെന്റൻസിന്റെ സബ്ജക്റ്റ് എന്താണ്, ഐദർ ആണ്. സോ ഇവിടെ ഹാവ് അല്ല വരണ്ടേ, ഹാസ് ആണ് വരണ്ടേ. ഇവിടെ ഹാവ് അല്ല വരണ്ടേ, ഹാസ് ആണ് വരണ്ടേ. കാരണം നമുക്കറിയാം ഐദർ ഓഫ് ദ 2 കാൻഡിഡേറ്റ്സ് എന്ന് വരുമ്പം ഈ ഒരു ഫ്രേസിൽ അല്ലെങ്കിൽ ഈ ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ഐദർ ആണ്, അത് സിംഗുലർ ആണ്. മനസ്സിലായല്ലോ? യെസ്. There appears a number of faces in the hall and I don't know where they have come from and why. ഹാളിൽ ഒരുപാട് ആൾക്കാരുടെ ഫേസ് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ എനിക്ക് അവർ എവിടെ നിന്നാണ് വന്നതെന്നോ അല്ലെങ്കിൽ എന്തിനാ വന്നതെന്നുള്ളതൊന്നും എനിക്ക് അറിയാൻ പാടില്ല എന്നുള്ളതാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, എ നമ്പർ ഓഫ്, നമ്മൾ പഠിച്ച റൂളാണ് എ നമ്പർ ഓഫ് ദ നമ്പർ ഓഫ് അല്ലേ. നമ്മുടെ കൺഫ്യൂസിങ് ആയ 6 റൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ ഉണ്ടായിരുന്ന 2 റൂളാണ് എ നമ്പർ ഓഫ്, ദ നമ്പർ ഓഫ്. അപ്പോൾ എ നമ്പർ ഓഫ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നൗൺ, എ നമ്പർ ഓഫിന് ശേഷം വരുന്ന നൗണ് പ്ലൂറൽ ആയിരിക്കും, ആ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റും പ്ലൂറലാണ്, ആ സെൻറ്റൻസിൻ്റെ വെർബ്, സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് വെർബും പ്ലൂറലാണ്, പ്രൊനൗണും പ്ലൂറലാണ്. അപ്പോൾ ഇവിടെ എ നമ്പർ ഓഫിന് ശേഷം വന്നത് ഫേസ് ആണ്. സോ ഫേസ് സിംഗുലർ അല്ല, പ്ലൂറൽ ആവണം. സോ ഫേസ് അല്ല, ഫേസസ് ആണ്. ഇനി ഈ സെൻറ്റൻസിൻ്റെ വെർബ് ഏതാണ്, ദെയർ അപ്പിയേഴ്സ് എ നമ്പർ ഓഫ് ഫേസസ് ഇൻ ദ ഹോൾ അല്ലേ. എ നമ്പർ ഓഫ് ഫേസസ് എന്നുള്ളതാണ് എന്ത്, എ നമ്പർ ഓഫ് ഫേസസ് എന്നുള്ളതാണ് ഈ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എ നമ്പർ ഓഫ് ഫേസസ് എന്നുള്ളതാണ് നമ്മുടെ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ വെർബ് ഏതാണ് നോക്കിക്കോളൂ. നമുക്ക് ഈ സെൻറ്റൻസിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. എ നമ്പർ ഓഫ് ഫേസസ് അപ്പിയേഴ്സ് ഇൻ ദ ഹോൾ. എ നമ്പർ ഓഫ് ഫേസസ് അപ്പിയേഴ്സ് ഇൻ, നിങ്ങൾക്ക് തന്നിട്ടുള്ള സെൻറ്റൻസ് ദെയർ അപ്പിയേഴ്സ് എ നമ്പർ ഓഫ് ഫേസസ് ഇൻ ദ ഹോൾ എന്നാണ്. ഞാൻ ആ ദെയർ മാറ്റിയിട്ട് എൻ്റെ നോർമലായ ഒരു സെൻറ്റൻസിൻ്റെ ഓർഡറാണ് സബ്ജക്റ്റും വെർബും ഓബ്ജക്റ്റ്, ആ ഒരു ഓർഡറിൽ ഞാൻ മാറ്റി എ നമ്പർ ഓഫ് ഫേസസ് അപ്പിയേഴ്സ് ഇൻ ദ ഹോൾ. നമ്മൾ പറഞ്ഞു എ നമ്പർ ഓഫ് വന്നു കഴിഞ്ഞാൽ ആ സെൻറ്റൻസിൽ വരുന്ന വെർബ് എന്തായിരിക്കും, പ്ലൂറൽ ആയിരിക്കും. സോ അപ്പിയേഴ്സ് അല്ല, അപ്പിയർ ആണ്. എ നമ്പർ ഓഫ് ഫേസസ് അപ്പിയർ ഇൻ ദ ഹോൾ ആൻഡ് ഐ ഡോണ്ട് നോ വേർ ദേ ആർ ഫ്രം ഓർ വൈ ദേ ഹാവ് കം. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്പിയേഴ്സ് അല്ല, ഇവിടെ അപ്പിയർ ആണ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമ്മുടെ റൂൾസിനെ ബേസ് ചെയ്തിട്ടല്ലാതെ നമുക്ക് എക്സാമിനേഷനിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, പക്ഷേ സെൻറ്റൻസ് കുറച്ച് തിരിച്ച് മറിച്ചൊക്കെ തന്നിട്ടുണ്ടാവും. സോ സെൻറ്റൻസ് നിങ്ങൾ വായിക്കുക, നമ്മുടെ റൂൾസ് എന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എറർ സ്പോട്ടിങ്ങിൽ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. യെസ്. Each of the students whom I have
chosen to take part in the cultural program to be performed in the city hall are up to the mark. നോക്കിക്കോളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈച്ച്, അതേപോലെ ഈച്ച് ഓഫ് ദ, അതേപോലെ ഈച്ച് ഓഫ് ദ. ഈച്ച് എന്ന് പറയുന്ന വേർഡിന് ശേഷം നമ്മൾ സിംഗുലർ നൗൺ ആണ് യൂസ് ചെയ്യുക. ഈച്ച് എന്നുള്ള വേർഡിന് ശേഷം നമ്മൾ സിംഗുലർ നൗൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ വെർബായാലും പ്രൊനൗൺ ആയാലും എല്ലാം എന്തായിരിക്കും? എല്ലാം സിംഗുലർ ആയിരിക്കും. കാരണം ഈച്ച് എന്ന് പറയുന്ന ആൾ സിംഗുലർ ആണ്. ഇനി ഈച്ച് ഓഫ് ദ എന്നുള്ള ഈ ഒരു ഫ്രേസിന് ശേഷം നമ്മൾ പ്ലൂറൽ നൗൺ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈച്ച് ഓഫ് ദ എന്നുള്ള ഫ്രേസിന് ശേഷം നമ്മൾ പ്ലൂറൽ നൗൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ സബ്ജക്റ്റ് ഈച്ച് ആണ്. സോ സബ്ജക്റ്റ് ഈച്ച് ആയതുകൊണ്ട് ഈ കേസിൽ സബ്ജക്റ്റ് സിംഗുലർ ആണ്. സോ ഈ കേസിൽ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ഈച്ച് ഓഫ് ദ പ്ലൂറൽ നൗണിന് വേണ്ടിയിട്ടുള്ള വെർബ് എന്തായിരിക്കും? വെർബും സിംഗുലർ ആയിരിക്കും. പ്രൊനൗണും എന്തായിരിക്കും? പ്രൊനൗണും സിംഗുലർ ആയിരിക്കും. മനസ്സിലായോ? ഈച്ച് എന്നുള്ള വേർഡിന് ശേഷം നമ്മൾ സിംഗുലർ നൗൺസ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഒബ്വിയസ്ലി നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണ്. സോ വെർബ് സിംഗുലർ ആണ്, പ്രൊനൗണും സിംഗുലർ ആയിരിക്കും. അതേസമയം ഈച്ച് ഓഫ് ദ എന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ പ്ലൂറൽ നൗൺ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കാര്യം നൗണ് പ്ലൂറൽ ആണെങ്കിലും നമ്മുടെ സബ്ജക്റ്റിന് നമ്മൾ ഈച്ച് ആണ് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈച്ച് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സോ വെർബും സിംഗുലർ, ഈച്ച് ഓഫ് ദ ആ ഒരു പ്ലൂറൽ നൗണിന് വേണ്ടിയിട്ടുള്ള വെർബും സിംഗുലർ ആയിരിക്കും, പ്രൊനൗണും സിംഗുലർ ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈച്ച് ഓഫ് ദ എന്നുള്ള ഫ്രേസിന് ശേഷം അവർ പ്ലൂറൽ നൗൺ ആയ സ്റ്റുഡൻസ് ആണ് യൂസ് ചെയ്തേക്കണേ. കുഴപ്പമില്ല. whom I have chosen to take part in the cultural programs to be performed in the city hall. Are up to the mark. Yes, are up to the mark. ഇവിടെ ആറല്ല ഇസാണ്. കാര്യം ഈ ആർ എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഈച്ച് ഓഫ് ദി സ്റ്റുഡൻസ് എന്നുള്ള ഈ ഒരു നൗണിന് വേണ്ടിയിട്ടുള്ളതാണ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഈച്ച് എന്നുള്ളതിന് ശേഷം ചിലപ്പോൾ നിങ്ങൾക്ക് അവർ പ്ലൂറൽ നൗൺ തരും. ഈച്ച് ഓഫ് ദന് ശേഷം അവർ ചിലപ്പോൾ സിംഗുലർ നൗൺ തരും. ഈ പോയിന്റ്സ് ഓർത്തിരിക്കാം. ഈച്ചിന് ശേഷം നമ്മൾ എപ്പോഴും സിംഗുലർ നൗൺ ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണ്. സോ വെർബും പ്രൊനൗണും സിംഗുലർ ആയിരിക്കും. ഈച്ച് ഓഫ് ദന് ശേഷം നമ്മൾ പ്ലൂറൽ നൗൺ ആണ് യൂസ് ചെയ്യാറ്. പക്ഷേ നമ്മുടെ സബ്ജക്റ്റ് എപ്പോഴും സിംഗുലർ ആയിരിക്കും ഈച്ച് വന്നതുകൊണ്ട്. സോ വെർബും പ്രൊനൗണും സിംഗുലർ ആയിരിക്കും. മനസ്സിലായല്ലോ? യെസ്. whether you should get married or whether you should remain single all your life are your ചോയ്സ്. യെസ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ എന്താണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്? എന്താണ്? കല്യാണം കഴിച്ച് ജീവിക്കണോ അതോ ലൈഫ് ലോങ് സിംഗിളായി ജീവിക്കണോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്, അല്ലെങ്കിൽ നിൻ്റെ ചോയ്സ് ആണെന്നുള്ളതാണ് നമ്മുടെ സെൻറ്റൻസ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. സബ്ജക്റ്റ് 1 വെദർ യു ഷുഡ് ഗെറ്റ് മാരീഡ്, കല്യാണം കഴിക്കണോ. പിന്നെ ഓറുണ്ട്. സബ്ജക്റ്റ് 2 വെദർ യു ഷുഡ് റിമൈൻ സിംഗിൾ, അതോ സിംഗിൾ ആയിട്ടിരിക്കണോ. കല്യാണം കഴിക്കണോ അതോ സിംഗിൾ ആയിട്ടിരിക്കണോ എന്നുള്ളത് 2 സബ്ജക്ട്സ് ആണ്. ഇവിടെ ഓറാണ്. അപ്പോൾ 2 സബ്ജക്ട്സ് ഉണ്ട്. അതിന് നമ്മൾ ഓർ കൊണ്ട് സെപ്പറേറ്റഡ് ആണെങ്കിൽ, അവിടുത്തെ കൺജങ്ഷൻ ഓർ ആണെങ്കിൽ നമ്മൾ അതിനെ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ആർ യുവർ ചോയ്സ് അല്ല, ഈസ് യുവർ ചോയ്സ് ആണ്. മനസ്സിലായല്ലോ? യെസ്. whether you want to go or not. നിങ്ങൾക്ക് ചിലപ്പോൾ സെൻറ്റൻസ് ഇങ്ങനെ തരും. whether you want to apply for the job or not are your choice.
ആർ യുവർ ചോയ്സ്. ഇപ്പോൾ ഇവിടെ രണ്ട് ലെങ്തി ആണ്, വെദർ യു ഷുഡ് ഗെറ്റ്, അതായത് കല്യാണം കഴിക്കണോ അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടിരിക്കണോ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു ഏതാ വേണ്ടതെന്നുള്ളത് നിനക്ക് ചൂസ് ചെയ്യാം. നമുക്കറിയാം രണ്ടും കൂടെ ഒറ്റയടിക്ക് നടക്കുന്ന പരിപാടിയില്ല. കല്യാണം കഴിക്കുകയും അറ്റ് ദ സെയിം ടൈം സിംഗിൾ ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടിരിക്കുക അറ്റ് ദ സെയിം ടൈം കല്യാണം കഴിക്കുക എന്നുള്ളത് ഒന്നിച്ച് നടക്കണ പരിപാടിയല്ല. ഏതെങ്കിലും ഒരു കാര്യമാണ്, വൺ അറ്റ് എ ടൈം ആണ് നമുക്ക് പോസിബിൾ. സോ അതുകൊണ്ട് നമുക്കറിയാം സിംഗുലർ സബ്ജക്റ്റ് ആണ്, സിംഗുലർ സബ്ജക്റ്റ് ആണ്. സോ അതുകൊണ്ട് ഇവിടെ ആറല്ല, ഇസ് ആണ്. ഇനി അതേപോലെയാണ് ഇവിടെ അപ്ലൈ ചെയ്യണോ, വെദർ യു വോണ്ട് ടു അപ്ലൈ ഫോർ ദ ജോബ്, ആ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യണോ അതോ വേണ്ടയോ എന്നുള്ളത് നിന്റെ ചോയ്സ് ആണ്. ഇവിടെയും അപ്ലൈ ചെയ്യുകയും അപ്ലൈ ചെയ്യാതിരിക്കുകയും അറ്റ് ദ സെയിം ടൈം നടക്കണ കാര്യമല്ല, സെപ്പറേറ്റഡ് ബൈ ഓർ ആണ്. സോ ആറല്ല, മിസ് ആണ്. സോ രണ്ട് സബ്ജക്റ്റ് ഉണ്ട്, സെപ്പറേറ്റഡ് ബൈ ഓർ ആണെങ്കിൽ, രണ്ട് സബ്ജക്റ്റ് ഉണ്ട് സെപ്പറേറ്റഡ് ബൈ ഓർ ആണെങ്കിൽ നമ്മൾ ആ സബ്ജക്റ്റിനെ സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യും. മനസ്സിലായല്ലോ? യെസ്, സിമ്പിളായ ഒരു സെൻറ്റൻസ് ആണ്. പക്ഷേ ഇങ്ങനത്തെ സിമ്പിളായ സെൻറ്റൻസസ് തരുമ്പോഴാണ് കുറേ ആൾക്കാർ തെറ്റിക്കാറ്. കാരണം ഏത് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഈസിയായി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആയിരിക്കും സിമ്പിൾ സെൻറ്റൻസസ് തരുമ്പോൾ. ഓക്കെ, the teachers face the same problem in their day-to-day lives as do an ordinary man of our സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ഓർഡിനറി മാൻ, ഒരു സാധാരണ ഒരു മനുഷ്യൻ ഫേസ് ചെയ്യും. നമുക്കൊരു കാര്യം ചെയ്യാം, ടീച്ചേഴ്സ് എന്നുള്ളത് മാറ്റിയിട്ട് ആക്ടേഴ്സ് എന്നാക്കാം, ഓർ സെലിബ്രിറ്റീസ് എന്നാക്കാം. യെസ് യെസ്, സെലിബ്രിറ്റീസ് അല്ലേ. ദ സെലിബ്രിറ്റീസ് ഫേസ് ദ സെയിം പ്രോബ്ലംസ് ഇൻ ദർ ഡേ ടു ഡേ ലൈഫ്സ് ആസ് ഡു ആൻ ഓർഡിനറി മാൻ ഓഫ് അവർ സൊസൈറ്റി. ഒരു സാധാരണ ഒരു നോർമലായ ഒരു ഓർഡിനറി ആയ ഒരു ഹ്യൂമൻ ബീയിങ് ഫേസ് ചെയ്യുന്ന ഡേ ടു ഡേ ലൈഫിലുള്ള പ്രശ്നങ്ങളൊക്കെ സെലിബ്രിറ്റീസും ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത് നൗണാണ്, അവർ ഫേസ് ചെയ്യുവാണ്. യെസ്, നമുക്കറിയാം അവർ നേരിടുക. ഫേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഫേസ് എന്നുള്ള വേർഡ് നമുക്ക് നൗണായിട്ടും യൂസ് ചെയ്യാം, വെർബായിട്ടും യൂസ് ചെയ്യാം. നൗണായിട്ട് നമ്മൾ യൂസ് ചെയ്യണ സമയത്ത് ഒന്ന് അതിന് നമ്മുടെ മുഖം എന്ന് പറയുന്ന ആ ഒരു മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യും. പിന്നെ നമ്മൾ ചിലപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു ക്യൂബൊക്കെ നമ്മൾ എടുത്താൽ അതിന് എത്ര ഫേസസ് ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്, അത് എത്ര ഫ്ലാറ്റ് സർഫേസസ് ഉണ്ടെന്നുള്ളൊരു മീനിങ്ങിൽ നമ്മൾ ഈ ഫേസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാറുണ്ട്. വെർബായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പം ഇന്ന ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്തിരിക്കുകയാണ്, സോ അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കിയിരിക്കുകയാണെന്ന് പറയണ മീനിങ്ങിൽ നമ്മൾ ഫേസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാറുണ്ട്. നേരിടുക എന്ന് പറയണ മീനിങ്ങിലും നമ്മൾ യു ഹാവ് ടു ഫേസ് ദ പ്രോബ്ലംസ് ഓഫ് യുവർ ലൈഫ് ഓൾ എലോൺ. നിൻ്റെ ലൈഫിലെ പ്രശ്നങ്ങളൊക്കെ നീ സ്വയമാണ് നേരിടേണ്ടത്. അപ്പം നേരിടുക എന്നുള്ള മീനിങ്ങിലും നമ്മൾ ഫേസ് എന്നുള്ള ഈ ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ദ സെലിബ്രിറ്റീസ് ഫേസ് ദ സെയിം പ്രോബ്ലം. അപ്പം ഫേസ് എന്ന് പറയുന്നത് വെർബാണ്, സെലിബ്രിറ്റീസ് പ്ലൂറലാണ്, ഇവിടെ വെർബും പ്ലൂറലാണ്. പ്ലൂറൽ വെർബായ ഫേസിൻ്റെ സിംഗുലർ ഫോം ഫേസസ് ആണ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ സെലിബ്രിറ്റീസ് ഫേസ് ദ സെയിം പ്രോബ്ലംസ് ഇൻ ദർ ഡേ ടു ഡേ ലൈഫ്സ്. സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറലാണ്. ഈ ദയർ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? സെലിബ്രിറ്റീസിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ ദയർ എന്നുള്ള പ്രൊനൗണും കറക്റ്റാണ്. ആസ് ഡു ആൻ ഓർഡിനറി മാൻ ഓഫ് അവർ സൊസൈറ്റി. ആസ് ഡു ആൻ ഓർഡിനറി മാൻ ഓഫ് അവർ സൊസൈറ്റി. നോക്കിക്കോളൂ, എന്താണ് ആസ് ഡു ആൻ ഓർഡിനറി, അതായത് ഒരു ഓർഡിനറി മാൻ ഫേസ് ചെയ്യുന്ന പോലത്തെ, ഒരു ഓർഡിനറി മാൻ ഫേസ് ചെയ്യണ പോലത്തെ സെയിം പ്രശ്നങ്ങളാണ് സെലിബ്രിറ്റീസും ഫേസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓർഡിനറി മാൻ എന്ന് പറയുന്നത് സിംഗുലറാണ്. ഓർഡിനറി മാൻ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പോൾ ഈ ഓർഡിനറി മാനുമായി അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന വെർബ് ഏതാണ്? ഡു ആണ്. ഈ ഡു എന്ന് പറയുന്നത് ആക്ച്വലി ഫേസ് എന്നുള്ള വെർബിന് പകരം നമ്മൾ യൂസ് ചെയ്തതാണ്. അതായത് നമുക്ക് എങ്ങനെ പറയാം, ഒരു ഓർഡിനറി മാൻ ഫേസ് ചെയ്യണ പോലത്തെ അതേ പ്രശ്നങ്ങളാണ് സെലിബ്രിറ്റീസ്. ഇവിടെ നമ്മൾ ഫേസ് എന്നുള്ള ആ ഒരു വേർഡ് യൂസ് ചെയ്യണതിന് പകരം ഡു എന്ന് പറയുന്ന ഒരു വെർബ് നമ്മൾ അതേപോലെ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പോലെ, അവരനുഭവിക്കുന്ന പോലെ, അവർ കാണുന്ന പോലെ എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ആസ് ഡു എന്നുള്ളൊരു ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഓർഡിനറി മാൻ എന്നുള്ളത്
സിംഗുലർ ആണ്, സോ ഇവിടെ ഡു അല്ല ഡസ് ആണ്. മനസ്സിലായല്ലോ? യെസ്. ആസ് ഡസ് ആൻ ഓർഡിനറി മാൻ ഓഫ് അവർ സൊസൈറ്റി. ഓക്കെ, വേറൊരു സെൻറ്റൻസ് നോക്കാം. ഈവൻ ദോ ഷീ ഈസ് റിച്ച് ഇനഫ്, ഷീ ഹാസ് ഫേസ്ഡ് so many difficulties as any other ordinary men have. Any other ordinary men have. നോക്കിക്കോൾ, അവൾ അത്യാവശ്യം കാശുള്ള കൂട്ടത്തിലാണെങ്കിലും അവൾ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിട്ടുണ്ട് വേറെ ഏതൊരു സാധാരണ മനുഷ്യനെ പോലെ. യെസ്. അപ്പോൾ ഇവിടെ ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ഇസ് എന്ന് പറയുന്നതും സിംഗുലർ ആണ്, ഷീ ഹാസ് ഫേസ്ഡ് അതും സിംഗുലർ ആണ്. മെനി ഡിഫിക്കൽട്ടീസ്. ആസ് എനി എന്ന് പറയുന്നതിന് ശേഷം നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യേണ്ടത്, പ്ലൂറൽ നൗൺ ആണ് യൂസ് ചെയ്യേണ്ടത്. കറക്റ്റാണ്, ഓർഡിനറി മെൻ. പിന്നെ എനി എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ സബ്ജക്റ്റ്. ഈ ഹാവ് അല്ല വരേണ്ടത്, ഇവിടെ എന്താണ് വരേണ്ടത്? ഹാസ് ആണ് വരേണ്ടത്. സോ ഈവൻ ദോ ഷീ ഈസ് റിച്ച് ഇനഫ്, ഷീ ഹാസ് ഫേസ്ഡ് സോ മെനി ഡിഫിക്കൽട്ടീസ് ആസ് എനി അതർ, വേറെ ഏതൊരു മനുഷ്യനെ പോലെയും അവളും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിട്ടുണ്ട്, കുറേ കാശുള്ള ആളാണെങ്കിൽ. മനസ്സിലായല്ലോ? ഇവിടെ സബ്ജക്റ്റ് ഓർഡിനറി മെൻ അല്ല, എനി ആണ്. മനസ്സിലായല്ലോ? യെസ്. Yes. Sarika and Rashmi usually gives me many good advices whenever I get into trouble. Yes. ഇവിടെ നോക്കിക്കോളൂ, സബ്ജക്റ്റ് 1 ഉണ്ട്, പിന്നെ ആൻഡ് ഉണ്ട്. സബ്ജക്റ്റ് 2 ആണെങ്കിൽ അത് പ്ലൂറൽ ആണ്, സോ ഗീവ്സ് അല്ല, ഗിവ് ആണ്. ഗീവ് മീ മെനി ഗുഡ് അഡ്വൈസസ് അല്ല, നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. പീസസ് ഓഫ് ഇൻഫർമേഷൻ, പീസസ് ഓഫ് ജ്വല്ലറി, അല്ലെങ്കിൽ എന്താണ് പീസസ് ഓഫ് അഡ്വൈസ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കാര്യം നമ്മൾ നൗൺസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. സോ ഇവിടെ ഗുഡ് അഡ്വൈസസ് അല്ല, ഗുഡ് പീസസ് ഓഫ് അഡ്വൈസ്. മനസ്സിലായല്ലോ? യെസ്. സിമ്പിളായിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. നമ്മൾ സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റിൽ ഏറ്റവും ആദ്യം പഠിച്ച ഒരു റൂളാണ് അല്ലേ? സബ്ജക്റ്റ് 1 ആൻഡ് പിന്നെ സബ്ജക്റ്റ് 2 വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. യെസ്.
40 kilometers are a big distance for me. I am unable to walk on foot. 40 കിലോമീറ്റർ എന്ന് പറയുന്നത് എനിക്കൊരു വലിയ ദൂരമാണ്, എനിക്ക് നടന്നു വരാൻ പറ്റില്ല. ഇവിടെ ഈ 40 കിലോമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ യൂണിറ്റ്സ് ആയിട്ടല്ല നമ്മൾ കൺസിഡർ ചെയ്തേക്കണേ, ആസ് എ ഹോൾ ആയിട്ടാണ്. ഈ ഒരു 40 കിലോമീറ്റർ എനിക്ക് അവിടെ നടന്നെത്താൻ ഭയങ്കര പാടാണെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. സോ ഇവിടെ 40 കിലോമീറ്റർ എന്നുള്ളതിന് നമ്മളൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇതെന്താണ്? സിംഗുലർ ആണ്. സോ ഇത് സിംഗുലർ ആയതുകൊണ്ട് ആറല്ല, ഇറ്റ്സ് ആണ്. 40 കിലോമീറ്റേഴ്സ് ഈസ് എ ബിഗ് ഡിസ്റ്റൻസ് ഫോർ മീ. മനസ്സിലായല്ലോ? യെസ്. I met the chairman and the director who claims to be Ram's father. നോക്കിക്കോളൂ, രാമിൻ്റെ ഫാദറാണെന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന ചെയർമാനെയും ഞാൻ മീറ്റ് ചെയ്തു, ഡയറക്ടറിനെയും ഞാൻ മീറ്റ് ചെയ്തു. നോക്കിക്കോളൂ, ദ ചെയർമാൻ ആർട്ടിക്കിൾ സബ്ജക്റ്റ് 1 ആൻഡ് ഉണ്ട്, ആർട്ടിക്കിൾ സബ്ജക്റ്റ് 2 വന്നാൽ നമ്മളതിനെ പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യും. സോ ഇവിടെ ക്ലെയിംസ് അല്ല, ക്ലെയിം ആണ്. ഈ ഹൂ എന്ന് പറയുന്നത് രണ്ടുപേർക്കും ഒരുപോലെ ഉള്ളതാണ്. ഹൂ എന്ന് പറയുന്നത് ഈ രണ്ടുപേർക്കും ഒരുപോലെ ഉള്ളതാണ്. അതായത് രാം എന്ന് പറയുന്ന ആളുടെ ഫാദറായിട്ട് രണ്ടുപേര് അവകാശപ്പെടുന്നുണ്ട്. ഒന്ന് ചെയർമാൻ ആണ്, രണ്ടാമത്തെ ആൾ ഡയറക്ടറാണ്. അപ്പോൾ ഈ രണ്ടുപേരെ കുറിച്ചാണ് നമ്മൾ ഹൂ എന്ന് പറയുന്ന ആ ഒരു റിലേറ്റീവ് പ്രൊനൗണിന് ശേഷം സംസാരിക്കുന്ന. രണ്ടുപേരായി കഴിയുമ്പം അതെന്താണ്? പ്ലൂറലാണ്. സോ ഇവിടെ ക്ലെയിംസ് അല്ല, ക്ലെയിം ആണ്. മനസ്സിലായല്ലോ? യെസ്. രാമിൻ്റെ ഫാദർ എന്ന് അവകാശപ്പെടണ ആ രണ്ടുപേരെയും ഞാൻ കണ്ടു. യെസ്. The various consequence of the decision taken by Finance Ministry was not foreseen by the bureaucrats. Foreseen by the bureaucrats. Foreseen എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കാണുക എന്നുള്ളതാണ് ഫോർസീ. ഫോർസീൻ എന്നുള്ളത് നോക്കിക്കോളൂ. ഫോർസീ, ഫോർസോ, ഫോർസീൻ ആണ്. ഫോർസീയിങ്, പിന്നെ ഫോർസീയിങ്. ഫോർസീ എന്ന് പറയുന്നത് V1 ഫോമാണ്, V2, V3, V4. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് V3 ഫോമാണ്. എന്താണ്? അതായത് ഫിനാൻസ് മിനിസ്ട്രി ഇപ്പോൾ എടുത്തേക്കുന്ന ഡിസിഷൻ്റെ കോൺസിക്വൻസ് എന്താ പറയുക, ബ്യൂറോക്രാറ്റ്സ് മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ്. നമ്മൾ പറഞ്ഞു സെവറൽ എന്നുള്ളൊരു വേർഡ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മെനി എന്നുള്ള വേർഡ് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ പ്ലൂറൽ നൗണാണ് യൂസ് ചെയ്യണതെന്ന് പറഞ്ഞു. അതേപോലെയാണ് വേരിയസ് എന്നുള്ള വേർഡ് വന്നാലും, വേരിയസ് എന്ന് പറയുന്ന വേർഡ് വന്നാലും അതിനുശേഷവും നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? പ്ലൂറൽ വേർഡാണ് യൂസ് ചെയ്യേണ്ടത്. സോ വേരിയസ് കോൺസിക്വൻസസ് ഓഫ് ദ ഡിസിഷൻ
ടേക്കൺ ബൈ ഫിനാൻസ് മിനിസ്ട്രി. ഈ വാസ് എന്ന് പറയുന്ന വെർബ് ഡിസിഷൻ ടേക്കൺ ബൈ ഫിനാൻസ് മിനിസ്ട്രിക്ക് ഉള്ളതാണോ അതോ വേരിയസ് കോൺസിക്വൻസസിനുള്ളതാണോ? ഡിസിഷൻ ടേക്കൺ ബൈ ഫിനാൻസ് മിനിസ്ട്രിക്ക് ഉള്ളതാണെങ്കിൽ അത് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. അതേസമയം വേരിയസ് കോൺസിക്വൻസസിന് അതിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അത് പ്ലൂറൽ ആയിരിക്കും. നമ്മൾ ഈ സെൻറ്റൻസിൽ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കണേ? അതായത് ഫിനാൻസ്ട്രി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്ട്രി തീരുമാനിച്ച അല്ലെങ്കിൽ അവരുടെ ആ തീരുമാനത്തിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മുടെ ബ്യൂറോക്രാറ്റ്സ് ഫോർസീ ചെയ്യാത്തത്. അപ്പോൾ ഈ വാസ് എന്നുള്ള വെർബ് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? വേരിയസ് കോൺസിക്വൻസസിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ വാസ് അല്ല, വേറാണ്. മനസ്സിലായല്ലോ? യെസ്.